അതുകൊണ്ട് ഓരോ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മളവിടെ പോയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇവിടുന്ന് പറഞ്ഞാലൊന്നുമില്ല. അതുകൊണ്ട് സങ്കടം അങ്ങനെ നമുക്കിത് കേട്ടിട്ടും. അതേപോലെ ഞാൻ ആംബുലൻസിൻ്റെ ഏരിയയിലാണ്. ഒരു കൈ മാത്രമാണ് ഒരു കൈ മാത്രം സംസ്കരിക്കാൻ കൊണ്ടുപോണ്. ഒരു ശരീരത്തിൻ്റെ കൈ മാത്രം കിട്ടി, ഒന്നിൻ്റെ അരയിൽ നിന്ന് താഴത്തേക്കുള്ള കിട്ടി. അപ്പം നമുക്കിത് നമ്മളെ ഡെഡ് ബോഡി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പം മോർച്ചറിയിൽ നിന്ന് മാറ്റി. ഞാൻ നിൽക്കണ മേപ്പാടിയിൽ നിന്ന് അവിടുന്ന് ഫുള്ള് ഒരു 6 ബോഡിയും തോണ്ടിനി, 5-6 ബോഡി ലാസ്റ്റിൽ അത് മൊത്തം അവിടുന്ന് മാറ്റിനി. ആ മാറ്റുന്ന സമയത്ത് നമ്മളെടുത്ത് കയറ്റണ ആംബുലൻസിൽ. അപ്പം നമ്മൾ നോക്കുക ഒരു ശരീരമാണിത്. നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സങ്കടം ഉണ്ട് ഇനി. അതുകൊണ്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. നമ്മൾ പണിയെടുക്കാതെ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതി. അവിടെ പോയി 2 ദിവസം പണിയെടുത്തപ്പോൾ ഇപ്പോൾ നമ്മളെ മൈൻഡ് കുറച്ചും കൂടി ഇവിടെ വന്നപ്പം ഓക്കെ. ഞാൻ അവിടെ സമാധാനം. ഞാൻ അവിടെ ഇല്ലേനി സംഭവിക്കുന്ന സമയത്ത് രാജസ്ഥാനിലേനി. അവിടെ പരിചയക്കാർക്ക് തന്നെ മനസ്സിലാവില്ല പോലെ ബോഡിയാണെന്നില്ലേന്ന്. ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിലാണ്. ഇതിപ്പോൾ നമ്മളവിടെ പോയിട്ട് നമ്മൾ ചിന്തിക്കണ്ടല്ലോ. വീട് വെക്കുമ്പോൾ അത് നോക്കണം, ഇത് നോക്കണം. നമ്മൾ അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. മനുഷ്യന്മാർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല പെയിൻറ്റാണ്. ഇഞ്ചിൻ്റെ കവർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെയിൻറ്റ് ടച്ച് ചെയ്താൽ തരാം. നിങ്ങൾ വാങ്ങാൻ വരുമ്പോൾ ഇത് നോക്കണ്ട. ബാക്കി വർക്കിംഗ് അടിപൊളിയാണ് കേട്ടോ. ഫാൻസി വണ്ടിയാണ്, ഫാൻസി നമ്പറിലെ വണ്ടിയാണ്. നമ്മുടെ അടുത്ത് ഫാൻസി നമ്പറിൽ 2 വണ്ടിയുണ്ട്. ഓക്കെ, ഒന്ന് ഇതുണ്ട് KL 8A5656, ഒന്ന് വേറെ 448, 2 ഡിജിറ്റുള്ള 44 മാത്രം നമ്പറിൽ ഒരു വണ്ടി 135 ഉള്ളുണ്ട്. ഷോക്കൻ തന്നെ പവർ ബജറ്റിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2028 വരെ പേപ്പർ 93 റേഞ്ചിലാണ്. 75+ റേഞ്ച് വരുന്ന വണ്ടി പൾസർ ഡിസ്ക് നല്ല മാരക പവറുള്ള ഷോക്കൺ. നമുക്കൊരു പവർ വേണം, ബജറ്റും കുറവാണ്. അതുകൊണ്ട് ഇപ്പം ഷോക്കൻ്റെ പവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RX സീരീസിൽ 135 5 സ്പീഡ് എടുക്കണം. 5 സ്പീഡ് 1.5 ലക്ഷം രൂപ മുകളിൽ പോകും. അതിൻ്റെ ഏകദേശം പകുതി വിലയ്ക്കാണ് നമ്മൾ ഷോക്കൻ തരുന്നത്. ഷോക്കൻ മാരക വണ്ടി. ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ റയർ പിസ്റ്റൺ ഗാരേജിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഒരുപാട് കാര്യങ്ങളാൽ വൈകി പോയതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും അത്യാവശ്യം കളക്ഷൻസ്, ഒരുപാട് വണ്ടികൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്, ഒരുപാട് വണ്ടികൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നപ്പോൾ അത്യാവശ്യം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ആ ഒരു വാഹനങ്ങളുടെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് 4 സ്ട്രോക്ക് കാറ്റഗറിയുള്ള വാഹനങ്ങളും 2 സ്ട്രോക്ക് കാറ്റഗറിയുള്ള വാഹനങ്ങളും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മാക്സ് 100, സാമുറായി, RX 100, RX 135, RT 350, RX Z, അതുപോലുള്ള എല്ലാ വാഹനങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ വെയിറ്റ് ചെയ്തുകൊണ്ട് മുജീക്കോടെ നിൽക്കുന്നുണ്ട്. ഏകദേശം 2 മാസമായില്ല വീഡിയോ ചെയ്തിട്ട്. കുറേ ടൈമായി. ഞാനിവിടെ ഇല്ലേനി. പിന്നെ ബസ്സും തിരക്കാണ്, എല്ലാവരും നല്ല തിരക്കിലാണ്. വരാൻ കഴിയില്ല, കാര്യങ്ങൾ വീഡിയോ എടുക്കാനും കഴിയില്ല, ഓരോ തിരക്കിലേന്. പിന്നെ നല്ല മഴ. പിന്നെ വയനാട് നമുക്ക് 2 ദിവസം പോയില്ല. 2 ദിവസം വയനാട് പോയി. അവസ്ഥ വളരെ നമുക്ക് എന്താ പറയുക, അവസ്ഥ ആരോടും ചോദിക്കാൻ പറ്റില്ല. ഞാനും ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ നമ്മളെ കണ്ടിട്ട് പരിചയപ്പെട്ട് ഇങ്ങനെ വന്ന് ചിരിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇല്ലേന്ന്. അപ്പം ഒരവസ്ഥ നമ്മൾ ചോദിക്കുമല്ലോ, നിങ്ങളെ അവസ്ഥ എന്താ, ഇങ്ങനെ വീട്ടിലെന്തൊക്കെ. അപ്പോൾ പിന്നെ ചിരിച്ചുകൊണ്ട് വന്ന ആൾക്കാർ പിന്നെ എൻ്റെ അമ്മയും പെങ്ങളെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടം. നമുക്കിത് നമ്മൾ ഈ സങ്കടം കേട്ട് മീഡിയയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര. നമ്മളവിടെ പോയാൽ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെന്താ, കുറേ ആൾക്കാർ, ഞാൻ ഇവിടുന്ന് പോകണ മുമ്പ് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ പോകണ്ട, അവിടെ പെർമിഷൻ ഇല്ല, ബോർഡറിൽ ചെക്ക് ചെയ്യുന്നുണ്ട്, അവിടെ പോയാൽ ക്യാമ്പിൻ്റെ ഉള്ളിൽ കടത്താൻ പറ്റില്ല. ഞാൻ ഒന്നും നോക്കിയില്ല. ഡയറക്റ്റ് ഞങ്ങൾ അവിടെ പോയി. അവിടുന്ന് 2 ദിവസം അവിടെ നിന്നിട്ട് അവിടെ മുകളിൽ മേപ്പാടി സ്കൂളിലാണ് ക്യാമ്പ്. അതിൻ്റെ മുകളിൽ മോർച്ചറിയും ഒരു പാർക്കുണ്ട്, ആംബുലൻസൊക്കെ പാർക്ക് ചെയ്ത സ്ഥലം. അവിടെ പോയിട്ട് അവിടെ ചെറിയ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ മനസ്സിനൊരു സുഖമുണ്ട് കേട്ടോ. ഈ സംഭവം സംഭവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സങ്കടം ഉണ്ട് ഇനി. അതുകൊണ്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. നമ്മൾ പണിയെടുക്കാതെ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതി. അവിടെ പോയി 2 ദിവസം പണിയെടുത്തപ്പോൾ ഇപ്പോൾ നമ്മളെ മൈൻഡ് കുറച്ചും കൂടി ഇവിടെ വന്നപ്പം ഓക്കെ. ഞാൻ അവിടെ ഇല്ലേനി. സമാധാനം. ഞാൻ അവിടെ ഇല്ലേനി. സംഭവിക്കുന്ന സമയത്ത് രാജസ്ഥാനിലേനി. പിന്നെ രാജസ്ഥാനിൽ പോകുന്നു, ഇങ്ങോട്ട് നാട്ടിൽ പോകുന്നു. യാത്രയൊക്കെ ക്യാൻസൽ ചെയ്ത് ഞാൻ വണ്ടി എടുത്തിന്, പജേറോ എടുത്തിന്. അടുത്ത് ഓടിച്ച് വരാനുള്ള അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന് അതിൻ്റെ നെക്സ്റ്റ് ഡേ 1 ദിവസം നാട്ടിൽ നിന്ന് അതിൻ്റെ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് പോയത്. സംഭവം എന്തായാലും അവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. ആർക്കെങ്കിലും എന്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ ഉള്ള ആൾക്കാർ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പൈസ ഇല്ലാത്ത പൈസ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ നിന്ന് സഹായിക്കണം. അവിടെ ഓരോ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ പറ്റും. കുറേ ആൾക്കാർ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പോയ സമയത്ത് ഞാൻ അവിടെ പോയപ്പോൾ 3/4 മണിക്കൂർ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പം ഒരു പണി നമുക്ക് കിട്ടും. നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം അവിടെ സാധനം ഇറക്കാനായാലും കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോയാൽ മതി സഹായിക്കാം. അതേപോലെ പൈസ കൊടുക്കണം, സഹായം കൊടുക്കണം ആൾക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സാധനം എന്ത് അങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് അവിടെ അന്വേഷിച്ചിട്ട് കൊണ്ടുപോകണം. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് സാധനം അത് നോക്കിയിട്ട് കൊണ്ടുപോകണം. അതേപോലെ ഇപ്പം ബിസ്ക്കറ്റ് അങ്ങനത്തെ കുറേ സാധനം അവിടുന്ന് ഞാനൊക്കെ പോയി നിൽക്കുന്ന സമയത്ത്
ഈ പാർക്കിംഗ് കൂടി ഞാൻ നോക്കിയിനി. അപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ 3 ലോഡ് നിറഞ്ഞിട്ട് ടിപ്പർ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് വകമായിട്ടാണ്. അത് വെക്കാൻ അവിടെ സ്ഥലമില്ല. അത്രയും സാധനമുണ്ട്. പിന്നെ അവിടുന്ന് കൽപ്പറ്റയൊക്കെ പറയാം. അപ്പോൾ സാധനങ്ങളെല്ലാം നിങ്ങൾ ഓർക്ക് ഇനിയിപ്പോൾ ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യം വരും. ഓലൊരു വീട്ടിലേക്ക് മാറും. അവിടുന്ന് ഇപ്പോൾ സ്കൂളിൽ നിന്ന് പോലെ ഒഴിവാക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് മാറുമ്പോൾ ഓർക്ക് കട്ടിൽ, പാത്രം, അങ്ങനെ കുറേ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. അത് വാങ്ങി കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള സഹായം ചെയ്യണം. അല്ലാതെ നിങ്ങൾ നമ്മളിപ്പോൾ നോക്കണ്ടേ ഇനി ഓൽക്കിപ്പോൾ വീടുമില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. ഇനി ഓല് നമ്മളെങ്ങനെ ജനിച്ച വീണ പോലെയാണ്. ഓല ഒന്നുമില്ല. ഇനി തിരിച്ച് ഓല് 0 സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഓർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു കാര്യമുണ്ട്, മുബാഷ് വന്നപ്പോൾ നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞാണ്, ഓലെ കയ്യിൽ ക്യാഷൊന്നും ഉണ്ടാവില്ല. ഓലെ വീട്ടിലുള്ള പൈസ, സ്വത്ത്, സ്വർണ്ണമൊക്കെ പോയി. അപ്പം നമുക്ക് പറ്റുകയാണെങ്കിൽ ഡയറക്റ്റ് ഓരോ ഫാമിലിക്ക് എന്തെങ്കിലും ഓലെ കയ്യിൽ എന്തെങ്കിലും ക്യാഷായിട്ട് കൊടുക്കണം. എന്തുകൊണ്ട് ഓരോ ആവശ്യങ്ങളുണ്ടാവും, മനുഷ്യന്മാരുടെ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. കയ്യിൽ നമ്മൾ ഒരു 5000 2000 എന്താ നമ്മൾ ഓരോ ഫാമിലിക്ക് ഓരോ ആവശ്യത്തിന്. അതുകൊണ്ട് ഓരോ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവിടെ പോയാലേ മനസ്സിലാവും കേട്ടോ. ഇവിടുന്ന് പറഞ്ഞാലൊന്നുമില്ല. അതുകൊണ്ട് സങ്കടം അങ്ങനെ നമുക്കിത് കേട്ടിട്ടും. അതേപോലെ ഞാൻ ആംബുലൻസിൻ്റെ ഏരിയയിലാണ്. ഒരു കൈ മാത്രമാണ് ഒരു കൈ മാത്രം സംസ്കരിക്കാൻ കൊണ്ടുപോകണത്. ഒരു ശരീരത്തിൻ്റെ കൈ മാത്രം കിട്ടി, ഒന്നിൻ്റെ അരയിൽ നിന്ന് താഴത്തേക്കുള്ള കിട്ടി. അപ്പം നമുക്കിത് നമ്മളെ ഡെഡ് ബോഡി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പം മോർച്ചറിയിൽ നിന്ന് മാറ്റി. ഞാൻ നിൽക്കണ മേപ്പാടിയിൽ നിന്ന് അവിടുന്ന് ഫുള്ള് ഒരു 6 ബോഡിയും തോണ്ടിനി, 5-6 ബോഡി ലാസ്റ്റിൽ അത് മൊത്തം അവിടുന്ന് മാറ്റിനി. ആ മാറ്റുന്ന സമയത്ത് നമ്മൾ എടുത്ത് കയറ്റണ ആംബുലൻസിൽ. അപ്പം നമ്മൾ നോക്കുക ഒരു ശരീരമാണിത്. അവിടെ പരിചയക്കാർക്ക് തന്നെ മനസ്സിലാവില്ല അതുപോലെ ബോഡിയാണെന്നില്ലേന്ന്. ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിലാണ്. ഇതിപ്പോൾ മനസ്സിലാവും നമ്മളെന്താണ്. നമ്മളവിടെ പോയിട്ട് നമ്മൾ ചിന്തിക്കണ്ടല്ലോ. വീട് വെക്കുമ്പോൾ അത് നോക്കണം, ഇത് നോക്കണം. നമ്മൾ അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. മനുഷ്യന്മാർ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നിൽക്കുക, എല്ലാവരെയും സഹായിക്കുക. നല്ല രീതി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ അവസ്ഥ അവിടെ പോയി വന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം പറ്റുന്ന ആൾക്കാർ നല്ല രീതിയിൽ എങ്ങനെ പറ്റണമെങ്കിൽ അങ്ങനെ സഹായിക്കണം. ഇപ്പോൾ ഒരു മാസം എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും ഉണ്ടാവും, പൈസ കൊടുക്കാൻ സാധനം ഉണ്ടാവും. പക്ഷെ ഓലെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഓലെ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുക ചെയ്യാം. അവരെ കണ്ടെത്തിയിട്ട് ചെയ്യുക. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ഇതിന് മുമ്പ് സംഭവിച്ച ആൾക്കാരെ കുറച്ച് പരിചയം ഉണ്ടെങ്കിൽ ഓല് പറഞ്ഞാണ്, നിങ്ങൾ ഇപ്പോൾ സാധനങ്ങളൊന്നും കൊടുക്കാതെ ഞാൻ നിങ്ങളെ അറിയിക്കാം. അങ്ങനെ അറിയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ ഓലെ കോൺടാക്റ്റ് കീപ്പ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് പൈസ, വീടിൻ്റെ സാധനങ്ങൾ എന്താ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കാം. ആ ഒരു നാടനല്ലോ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല അല്ലേ അവിടെ. ഒന്നുമില്ല. നമുക്ക് ആരോടും ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു പയ്യന്മാരോട് നമ്മൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് അവസ്ഥ എന്നപ്പോൾ ഇതുവരെ ഓന് ജീവൻ ബാക്കിയായിരുന്നല്ല, ഓലെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ബോഡി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥ. നമ്മളെല്ലാവരും ഓരോ നാട്ടും പുറത്താണ് ജീവിക്കണത്. ആ ഒരു നാട് മൊത്തം ഇല്ലാതായി പോയി എങ്ങനെ ഉണ്ടാവും അതേപോലെ അല്ലേ. നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. നോർമലി നമുക്ക് ഇതുവരെ കേരളത്തിലോ എവിടെയും നമ്മളിങ്ങനെ നടന്ന് നമുക്ക് കേട്ടിട്ടില്ല. ഇതവിടെ പോകുമ്പോഴാണ് എല്ലാവരും മലയാളീസ് അടിപൊളിയാണ്. അത്രയും സഹായിക്കേണ്ട ആൾക്കാർ, പൈസയും സാധനങ്ങളും. അതേപോലെ ഓരോ സംഘടനകൾ, റെസ്ക്യൂ, ഒരു പാർട്ടി, ഒരു മതവും ജാതിയും ഒന്നും നോക്കാതെ ആൾക്കാർ അത്രയും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ പണിയെടുക്കുമ്പം ഒരു പാർട്ടീൻ്റെ ടീം സഹായത്തിന് ഓല വിളിക്കുന്നുണ്ട്, ഇവരെ വിളിക്കുന്നുണ്ട്. പൊതുവേ നമ്മളെ നാട്ടിൽ പാർട്ടി കച്ചവടം. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിന് മാത്രമേ ഉള്ളൂ. ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ എല്ലാവരും കൂടെ നിന്നിട്ടാണ് ഓലെ സഹായിക്കുന്നത്. അതൊക്കെ നമ്മളെ കേരളത്തിലേ നടക്കുള്ളൂ. അത്രയും നല്ല മനസ്സുള്ള ആൾക്കാരാണ് നമ്മളെ മലയാളീസ്. ഞാൻ രാജസ്ഥാനിൽ വന്നപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പം അവിടെ പൊതുവേ ആൾക്കാർ അങ്ങനെ ചെതിരി നിൽക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ കണക്ഷൻ ഇല്ലാത്തതാണ്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ മലയാളികൾ പൊതുവേ അങ്ങനെ തന്നെ കേട്ടോ. ഭയങ്കര സഹായമാണ്, ഭയങ്കര എതിരെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ സഹായം വരുമ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാ സംഘടന അവിടെ കുറേ, ഞാൻ ഒരു ടീമോ ഒരു പാർട്ടിയോ ഒന്നും പറഞ്ഞില്ല. എല്ലാ സംഘടന ആൾക്കാരും ആത്മാർത്ഥ, ആരും അതിനെന്തെങ്കിലും ലാഭം കിട്ടണമെന്ന് മോഹിക്കില്ല. ആരോടൊക്കെ സംസാരിച്ച് ഞാൻ കൊണ്ട് ഈ പണി അവിടെ പോയി എന്തെടുക്കണമെന്ന് അറിയാത്തതുകൊണ്ട് കുറേ സംഘടന ആൾക്കാരോട് ഞാൻ അങ്ങനെ പോയി ഇങ്ങനെ ഓരോട് സംസാരിച്ച് നിന്നാണ്. ഓല എടുക്കണോടത്ത് പോയിട്ട് എന്തൊക്കെയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും നല്ല ആത്മാർത്ഥതയോടെ സംസാരിച്ചിട്ടുള്ളൂ. അല്ല എന്നോട് പണിയെടുക്കാൻ നമ്മളോട് ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. അതേപോലെ ഒരു ക്യാമ്പിൽ നിന്ന് എനിക്ക് കോൾ വന്ന് അവിടെ എത്ര സാധനം കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരു സംഘടനയോട് പോലത്തെ ഈ ലിസ്റ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞിങ്ങനെ ഇത്രയും 40 ബെഡ്ഷീറ്റ്, 40 ബ്ലാങ്കറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, നിങ്ങളൊന്നും ചെയ്യേണ്ട. ഓല് പിന്നെ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ നമ്മളെ വിളിച്ചറിയിക്കേണ്ട, എത്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. അതാണ് അവിടെ നമ്മളവിടെ റിക്വസ്റ്റ് ചെയ്ത് പോകുന്ന ആളാണ് ബോസ്. ഇതിപ്പോൾ പുറത്താണെങ്കിൽ ആവശ്യക്കാരനെ എപ്പോഴും നമ്മൾ താത്തി നിൽക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കേരളം കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ ആവശ്യക്കാരനാണ് ബോസ്. ഇപ്പം ഓൽക്ക് എന്താ വേണ്ടി ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് നമ്മളെ നാട്. ഓക്കെ, അപ്പോൾ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ ഇപ്പോൾ നമ്മളവിടെ പോയി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മടിക്കണ്ട. നിങ്ങൾക്ക് ഒരു പോലീസ് പുറത്തേക്ക് അവിടെ ഒന്നുമില്ല. നിങ്ങൾക്ക് പോയിട്ട് അവിടെ പോലെ സഹായിക്കുക. ബുദ്ധിമുട്ടാക്കാൻ ആരും പോകരുത്. അവിടെ പോയി പോലെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ പോകണം. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പോകുക അവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മാക്സ് 100 2 ഡിസ്ക് ഉണ്ട്, ചാമ്പർ ഉണ്ട്, അത്യാവശ്യം ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്താണ്.
KL07 വരുന്ന വണ്ടി. ആ KL07 വരുന്ന വണ്ടി. നമ്പർ എന്താ പറയുക, ഈ പ്രാവശ്യം ഞാൻ റേറ്റ് നോക്കണം, അതിന് വേണ്ടി കട്ടാസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പറഞ്ഞു തരാണ്. കാര്യങ്ങൾ ഫുൾ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയാണ്. എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. RXന്റെ മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പർ കാര്യങ്ങൾ ഏകദേശം 25 പേപ്പർ ഉണ്ട്. ഏകദേശം 99 മോഡലാണ്. 40 രൂപ പ്ലസ് റേഞ്ച് വരുന്നതാണ്. ചാമ്പർ ഉണ്ട്, ഫ്രണ്ട് ഡിസ്ക് ഉണ്ട്. അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു. ഓക്കെ, അടുത്ത വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത വണ്ടി KL05 9895 നമ്പറാണ്. ഏകദേശം 2001 മോഡൽ, 2026 ഒക്ടോബർ വരെ പേപ്പർ ഉണ്ട്. ടാങ്ക് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. അത്യാവശ്യം ഇഞ്ചൻ കണ്ടീഷനാണ്. ഇഞ്ചൻ കാര്യങ്ങളൊക്കെ പെയിന്റ്, ഇഞ്ചൻ ചേസ് കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ചാൽ സാമുറായി ഒറിജിനൽ സാമുറായി ആണ്. ഏകദേശം 45 രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഇതിലിപ്പോ സാമുറായി മാക്സിന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വണ്ടി ഏതാ? സാമുറായി വരുന്നുണ്ട്. അതേപോലെ സാമുറായി എടുക്കാൻ വരുന്ന ആൾക്കാർ ചിലപ്പോൾ മാക്സ് 100 എടുപ്പം ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ മാക്സ് 100 ഓടിച്ചിട്ട് ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് പോകും. അങ്ങനെ വലിയ ഈ സാമുറായി മാക്സ് 100 വലിയ കമ്പാരിസൺ ഒന്നുമില്ല. സാമുറായി എടുക്കാൻ വരുന്ന ആൾ ചിലപ്പോൾ മാക്സ് 100 എടുക്കും, മാക്സ് 100 എടുക്കാൻ വരുന്ന ആൾ ചിലപ്പോൾ സാമുറായി എടുക്കും. രണ്ട് വണ്ടിയും അത്യാവശ്യം നല്ലതാണ്. സാമുറായി കുറച്ചും കൂടി ലുക്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. അതുകൊണ്ട് സാമുറായിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, എത്ര ആസ്കിങ്? ഏകദേശം 45 രൂപ റേഞ്ച് വരും. കണ്ടീഷൻ ഇഞ്ചൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ചേസി ഇഞ്ചിനൊക്കെ പെയിന്റ് അടിച്ചാണ്. ബോഡി പാർട്സ് അത്യാവശ്യം കുഴപ്പമില്ല, പുതിയ പെയിന്റിങ് അല്ല, പക്ഷേ ഒറിജിനൽ ടാങ്ക് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അടുത്ത KL06 ഏകദേശം 95 മോഡൽ, 2027 വരെ പേപ്പർ ഉണ്ട്. 40 രൂപ പ്ലസ് റേഞ്ച് വരുന്ന വണ്ടിയാണ്. സ്റ്റോക്ക് വണ്ടി കേട്ടോ, കമ്പനി പെയിന്റ് ആണ്. കാര്യങ്ങൾ ബോഡി പാർട്സ് ഒക്കെ ഓക്കെയാണ്. ടാങ്കിൻ്റെ മുകളിലെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയാണ്. ഏതെങ്കിലും ആരാ പർച്ചേസ് ചെയ്ത് ഞാൻ കുറേ ദിവസമായി ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് എഴുതി വെച്ചിട്ടും അതേപോലെ നമ്മൾ കണ്ടിന്യൂ ഇവിടെ ഇല്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കറക്റ്റ് റിലാക്സ് ആയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര വണ്ടി ഉണ്ടെങ്കിലും ഞാൻ നോക്കാതെ തന്നെ ഏകദേശം ഓർമ്മയിലുണ്ടാവും, ഇവിടെ കണ്ടിന്യൂ ഉണ്ടാവും. അപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്. വണ്ടി ഒക്കെയാണ്. ടാങ്കിൻ്റെ കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ. ഏതെങ്കിലും വയസ്സുള്ള ആളൊക്കെ കൊണ്ടുവരുന്നതാവും എന്ന് വിചാരിക്കുന്നത്. വണ്ടി അത്യാവശ്യം വൃത്തിയുള്ള ഷേപ്പുള്ള ഒറിജിനൽ കണ്ടീഷനിലെ സാമുറായി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത ഉണ്ട പൾസർ നമ്മൾ കൊടുത്ത ഇനി വാങ്ങിയ ആളിപ്പോൾ ഗൾഫ് പോകുന്നതുകൊണ്ട് തിരിച്ചു തന്നാണ്. നമുക്ക് പാർക്കിംഗ് സെയിലിന് വന്നാണ്. ഏകദേശം കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ 25 രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ്. നല്ല ഷേപ്പുള്ള, നല്ല വർക്കിംഗ് ഉള്ള 9699 നല്ല നമ്പറുള്ള വണ്ടി കേട്ടോ. ഓക്കെ, അടുത്ത സാമുറായി ആണ്. ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ബാർ ഹാൻഡിലുണ്ട്. RXന്റെ മിറർ ഉണ്ട്. ഫിനിക്സിൻ്റെ ഷോക്ക് ഉണ്ട്. 45 പ്ലസ് റേഞ്ച് വരുന്ന വണ്ടിയാണ്. നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 26 വരെ പേപ്പറുള്ള വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഏകദേശം 96 മോഡൽ, 2027 വരെ പേപ്പർ ഉണ്ട്. എത്ര ആസ്കിങ്? 50 രൂപേൻ്റെ ചോട വരും. 45 പ്ലസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി 230 നല്ല നമ്പറുള്ള വണ്ടി. മാക്സ് 100 ആണ്. സാമുറായിൻ്റെ ടാങ്ക് കാര്യങ്ങൾ ചെയ്തിട്ട് 2 സ്റ്റഡ് ടയറാണ് നിങ്ങൾക്ക് കാണാം. അതേപോലെ ബാർ ഹാൻഡിലുണ്ട്. അത്യാവശ്യം കണ്ടീഷനിൽ ബഡ്ജറ്റ് കുറഞ്ഞപ്പോൾ ബഡ്ജറ്റിൽ നമ്മൾ പണ്ട് കുറവാണെന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഒരു 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 സ്റ്റഡ് ടയർ, SDVയിൽ കാര്യങ്ങളൊക്കെ ചെയ്തൊരു മാക്സ് 100 പേപ്പർ വാലിഡ്. പേപ്പർ ഏകദേശം 2027 ഫെബ്രുവരി വരെ പേപ്പർ വാലിഡ് ആണ്. ഓക്കെ, അടുത്ത വണ്ടി നമ്മുടെ KL05F സാമുറായി ആണ്. 98 മോഡൽ, 25 വരെ പേപ്പർ ഫിറ്റ് ആണ്. ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. പക്ഷേ 40 പ്ലസ് റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇഞ്ചിൻ സൈഡൊക്കെ പക്കയാണ് കേട്ടോ. ഇഞ്ചിൻ സൈഡ് പക്കയാണ്. ഇഞ്ചിൻ സൈഡ് പക്കയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം മാക്സ് 100 സാമുറായും കണ്ടു. അപ്പോൾ അത്രയും എൻക്വയറി നമുക്കുണ്ട് അല്ലേ? നല്ല എൻക്വയറി ഉണ്ട്. മാക്സ് 100 സാമുറായിക്ക് അത്യാവശ്യം വണ്ടി വിറ്റ് പോകുന്ന വണ്ടിയാണ്. കൂടുതലിപ്പോൾ സ്റ്റാർട്ടിങ് ഉള്ള ആൾക്കാർ, കുറേ പയ്യന്മാർ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഏജുള്ള ആൾക്കാർ സാമുറായി വാങ്ങാൻ വരുന്നുണ്ട്. സാമുറായിക്ക് വേണ്ടി പണ്ട് കൊണ്ടുനടന്നിന് പണ്ടിൻ്റെ വീട്ടിലത്തെ ഫസ്റ്റത്തെ വണ്ടി എന്ന് പറഞ്ഞാണ്ട് വരുന്നുണ്ട്. സാമുറായി കൊണ്ടുനടക്കാൻ ഒരു സ്മൂത്ത് വണ്ടിയാണ്, നല്ല വർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മളത് സിംഗിൾ ഓണർ വണ്ടി ഉണ്ട്. ഇനി നമ്മൾ പെയിൻറ്റിങ്ങിന് കയറ്റി ഒക്കെ ഒരാൾ 65 വയസ്സുള്ള ആൾ, ഒരാൾ ഏകദേശം 2004 മുതൽ 20 കൊല്ലം അയാൾ യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പം കുറേ ആൾക്കാർക്ക് അന്നൊക്കെ വാങ്ങിയ ആൾക്കാർക്ക് അതിനോടൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പം നമുക്ക് RX-ഉം RXZ എന്നൊക്കെ വേണമെന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് വീട്ടിൽ വന്നൊരു വണ്ടി, അത് പാഷൻ പ്ലസ് ആയാലും സ്പ്ലെൻഡർ ആയാലും ഏത് വണ്ടിയായാലും നമ്മൾ അത് ഫസ്റ്റത്തെ ഒരു വണ്ടി അതൊരു വികാരമാണ്. നമ്മളെ വീട്ടിൽ ചേതകേനി ഫസ്റ്റ് വന്ന വണ്ടി അത് എപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട്. എത്രയോ കാലം മുമ്പത്തെ കാര്യമാണ്, ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ വീണെന്ന് ഓർമ്മയുണ്ട്, ഓടിച്ചത് ഓർമ്മയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. 40 രൂപ പ്ലസ് റേഞ്ചിൽ വരുന്നതാണ്. സാമുറായി ആണ്, ഒറിജിനൽ സാമുറായി ആണ്. അടുത്ത വണ്ടി 97 മോഡൽ, 2027 വരെ പേപ്പർ വാലിഡ് ആണ്. KL08K അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഗ്രാഫിക്സ് വേറെ ചെയ്താണ്. പുതിയ പെയിൻറ്റിങ് കൂടുതൽ പഴക്കമില്ല. ചേസി ഇഞ്ചിന് ടാങ്ക് ബോഡി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ പുതിയതാണ്. ഏകദേശം
45 രൂപ റേഞ്ച് വരുന്ന വണ്ടി കേട്ടോ. പേപ്പർ വാലിഡ്? പേപ്പർ ഏകദേശം 2027 വരെ പേപ്പർ വാലിഡ് ആണ്. 27 വരെ പേപ്പർ വാലിഡ് ആണ്. 2027 വരെ പേപ്പർ വാലിഡ് ആണ്. ഓക്കെ. അടുത്ത വണ്ടി KL04. KL04F 2025 വരെ പേപ്പർ വാലിഡ് ആണ്. ഫ്രണ്ട് ഡിസ്ക് ഉണ്ട്, പുതിയ ഡിസ്ക് ആണ്. സ്പോക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ബാക്ക് SDBയിലുണ്ട്, മഞ്ഞ കളറാണ്. ഷോക്കണ്ട വൈസർ ഇതിന് അത്യാവശ്യം ഷോർട്ട് ബാർ ഹാൻഡിൽ, അറക്ജറ്റിൻ്റെ മിറർ കാണാനും ഒരു സ്പെക്ക് ലുക്ക് ഉണ്ട്. ഫയർ ബോഡി കാര്യങ്ങളൊക്കെ ചെറിയ ഡാമേജ് ഉണ്ട്. നമ്മൾ ആക്സിഡൻറ്റ് സാമുറായിന് മുകളിൽ കൂടുതൽ കളിക്കില്ല, ചെറിയ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. 40 രൂപ പ്ലസ് റേഞ്ച് വരുന്നതാണ്. ഫ്രണ്ട് മോട്ടോഡി ടയറാണ്, ബാക്ക് വേറെ ഏതോ ടയറാണ്, നോർമൽ ടയറാണ്. അത്യാവശ്യം 40 രൂപ പ്ലസ് റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നമുക്ക് ഈ ഒരു കാറ്റഗറി നോക്കാം അല്ലേ? ഈ ഗ്യാപ്പ് നോക്കാം. അടുത്ത വണ്ടി KL11. KL11 വണ്ടിയാണ്. ഈ രജിസ്ട്രേഷൻ വണ്ടി അത്യാവശ്യം ഷേപ്പ് ഒറിജിനൽ കണ്ടീഷനിലെ വണ്ടിയാണ്. നല്ല ഷേപ്പ് ഉണ്ട്, മീറ്റർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. നല്ല വർക്കിംഗ് ഉള്ള നല്ല കണ്ടീഷനിലെ വണ്ടി. ഏകദേശം 95 പ്ലസ് റേഞ്ച് വരുന്നതാണ്. 135 ആണ് 2000 മോഡൽ. പേപ്പർ ഏകദേശം 26 വരെ സംതിങ് ഉണ്ട്. നല്ല നീറ്റ് വണ്ടി, ഷേപ്പുള്ള വണ്ടി കേട്ടോ. അടുത്ത വണ്ടി നമുക്ക് 5 സ്പീഡാണ്. അടുത്ത വണ്ടി GJ 05 BC 4212 2001 മോഡൽ 5 സ്പീഡ്. 5 കൊല്ലം, ഏകദേശം 5 കൊല്ലം പേപ്പർ ഉണ്ട്. ഒറിജിനൽ 5 സ്പീഡ് 2028 വരെ പേപ്പർ ഉണ്ട്. ഒറിജിനൽ 5 സ്പീഡ് ആട്ടോ. കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനൽ 5 സ്പീഡ്. സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. കാർബറേറ്റർ ഒറിജിനലാണ്. സിലിണ്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ കറക്റ്റ് ഡീറ്റെയിൽ 1L7 40L10 സിലിണ്ടറാണ്. 1L7ലാണ് 5 സ്പീഡ് വരിക. 5 സ്പീഡ് ഒറിജിനൽ 5 സ്പീഡാണ്. ക്യാറ്റുണ്ട്, സാധനങ്ങളുണ്ട്, ഷേപ്പ് ഉണ്ട് വണ്ടി. ഒറിജിനൽ 5 സ്പീഡ് നല്ല കണ്ടീഷനിൽ ഏകദേശം 165 പ്ലസ് റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. വിത്ത് NOC ആണ്. NOC കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് KL ആക്കാനുള്ള പേപ്പർ എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരാം. നല്ല കണ്ടീഷനിൽ നല്ല വണ്ടി കേട്ടോ. അടുത്ത ഷേപ്പും നല്ല വർക്കിംഗ് ഉള്ള വണ്ടി കേട്ടോ. വണ്ടി കാണുമ്പോൾ ഇതിൻ്റെ ഫുട്ടേജ് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല, കുറേ വണ്ടി ഉണ്ട്, പക്ഷെ നല്ല ഷേപ്പുള്ള നല്ല വർക്കിംഗ് ഉള്ള വണ്ടി കേട്ടോ. അടുത്ത KL77D ഒറിജിനൽ കേരള വണ്ടി അല്ല, ഒറിജിനൽ 5 സ്പീഡ്. അടുത്ത ഒറിജിനൽ 5 സ്പീഡാണ്. ഒറിജിനൽ 5 സ്പീഡിൻ്റെ കാർബറേറ്റർ ഉണ്ട്, ക്യാറ്റ് ഉണ്ട്. ക്യാറ്റിൻ്റെ ഷീൽഡില്ല, പക്ഷേ നല്ല ഷേപ്പുള്ള വണ്ടി. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, അത്യാവശ്യം നല്ല ഡിസ്ക് ഉണ്ടല്ലോ. ഏകദേശം 170 ആ റേഞ്ച് വരുന്ന വണ്ടിയാണ്. എഞ്ചിൻ പക്ക കണ്ടീഷൻ. എഞ്ചിനിലൊക്കെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ സൈലന്റ് ക്യാച്ച് പക്ക സൈലന്റ് എഞ്ചിനാട്ടോ. പെയിന്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല പെയിന്റാണ്. എഞ്ചിൻ്റെ കവർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെയിന്റ് ടച്ച് ചെയ്താൽ തരാം. നിങ്ങൾ വാങ്ങാൻ വരുമ്പോൾ ഇത് നോക്കണ്ട. ബാക്കി വർക്കിംഗ് അടിപൊളിയാണ് കേട്ടോ. സൗണ്ട് കാര്യങ്ങളൊന്നും കേൾക്കണില്ല, പക്കാ സൈലന്റ് വണ്ടി കേട്ടോ. അടുത്ത വണ്ടി ബജറ്റിലുള്ള വണ്ടി കേട്ടോ. നിങ്ങൾ ബജറ്റ് കുറഞ്ഞിട്ട് 135 എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം 5 കൊല്ലം പേപ്പർ ഫിറ്റ് ഉണ്ട്. വണ്ടി നീറ്റ് വണ്ടിയാണ്. ടാങ്ക് ചടുക്കറൊക്കെ യെല്ലോ അടിച്ചാണ്. വർക്കിംഗ് കാര്യങ്ങൾ പക്കയാണ്. 5 കൊല്ലം പേപ്പറിലെ വണ്ടി. വെറും 79,000 രൂപ റേഞ്ച് വരുന്ന കേട്ടോ. വിത്ത് NOC ആണ്. ഈ 79,000 രൂപയ്ക്ക് നമ്മൾ വണ്ടി തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 4,000 അടുത്ത് ഇതിൻ്റെ 3,000 to 4,000 NOCക്ക് വരും. വണ്ടി ട്രാൻസ്പോർട്ടേഷന് ഏകദേശം 7,000 അടുത്ത് NOC ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ. അവിടെ ഒരാൾ നമുക്ക് ഈ വണ്ടി NOC എടുത്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഷിപ്പിംഗ് കാര്യങ്ങൾ ചെയ്ത് വണ്ടി ലോഡ് ചെയ്തിരുന്ന ആളുണ്ട്. അയാൾക്ക് എല്ലാം കൂടി കൊടുത്തു വരുമ്പോൾ 10-15 രൂപ നമുക്ക് ചിലവുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 79,000 രൂപയ്ക്ക് ഇത് കൊടുക്കണേ. 79,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കാണാം. ലോങ് കരിയർ പുതിയതാണ്. ഹാൻഡിൽ അങ്ങനത്തെ മഡ്ഗാർഡ് പുതിയതാണ്. ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഇതൊക്കെ എല്ലാം 1000 രൂപേൻ്റെ മുകളിൽ വരുന്ന കോസ്റ്റിങ്ങുള്ള സാധനങ്ങളാണ് കേട്ടോ. ബജറ്റിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ പെട്ടെന്ന് തന്നെ വരിക. അടുത്ത വണ്ടി KL07A 6415 ഏകദേശം 90 മോഡൽ 2027 വരെ പേപ്പർ ഉണ്ട്. ഏകദേശം 80 രൂപേൻ്റെ ചൂടായിട്ട് വരുന്ന വണ്ടിയാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എടുക്കാൻ വരുമ്പം ഇതൊക്കെ പറയുന്ന റേറ്റാണ്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ചില വണ്ടിയിൽ കൂടുതൽ ചെയ്യേണ്ട നമ്മൾ കൂടുതൽ ചെയ്തു തരും. ചില വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ വണ്ടി കണ്ടീഷൻ നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക ചെയ്യുക. ഈ വണ്ടി കണ്ടിട്ട് നിങ്ങൾ ഫോണിൽ കണ്ടിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി വരിക ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് ഇവിടുന്ന് ഒരു വണ്ടി ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അടുത്ത് ബജറ്റ് കൂടുതലുണ്ട്, നിങ്ങൾ 79 എടുക്കാൻ വരികയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് 5 സ്പീഡ് ഓടിച്ചാൽ 5 സ്പീഡ് എടുക്കും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ അവിടെ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യാൻ കഴിയുക. ഫോൺ നമ്മൾക്ക് ഭയങ്കര ബിസി ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 ദിവസം വയനാട് ഫോൺ ഞാൻ ഓഫാക്കിയിട്ടേനി. 3 ദിവസം വരെ ഫോൺ ഓഫാക്കിയിട്ടേനി. അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ ഫോൺ എടുക്കാത്തതിന് ഒന്നും വിചാരിക്കരുത്. ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക. വണ്ടി നമ്മുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. നിങ്ങൾ വന്നാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തു തരും നിങ്ങൾക്ക്. അടുത്ത വണ്ടി നമുക്ക് KL07H 218 94 മോഡൽ
2024 ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. 75 റുപ്യക്കാണ് വണ്ടി നിങ്ങൾക്ക് തരുന്നത്. G400 ആണ്. നല്ല എഞ്ചിൻ കണ്ടീഷനുള്ള വണ്ടിയാണ്. കാർബറേറ്റർ കംപ്ലൈൻറ്റ്, കാർബറേറ്റർ ചേഞ്ച് ചെയ്താണ്. ബാക്കിയുള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. 75 രൂപ ചേഞ്ച്. SDBയിലുണ്ട്. ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിന്. ഹാൻഡിൽ പുതിയതാണ്. ലോങ് കാരിയർ പുതിയതാണ്. ബാക്ക് ഫിനിഷിൻ്റെ ഷോക്ക് ഉണ്ട്. അത്യാവശ്യം ബജറ്റിലുള്ള വണ്ടിയാണ്. അടുത്ത വണ്ടി KL02 5 കൊല്ലം പേപ്പറിലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണെന്ന് എൻ്റെ ഓർമ്മ. 90 രൂപേൻ്റെ ചോട വരുന്ന സിംഗിൾ ഓണർ വണ്ടി. 5 കൊല്ലം പേപ്പറുണ്ട്. സൈലൻസർ ഇപ്പോൾ 6 വാൾ പുതിയ പ്ലേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ കുറേ സ്പെയറുകൾ ഇതിന് മാറിയാണ്. വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി. 90 രൂപേൻ്റെ ചോടായിട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇഞ്ചൻ പക്കാ കണ്ടീഷൻ, നല്ല കണ്ടീഷനാണ്. കാർബറേറ്റർ ജപ്പാൻ്റെ കാർബറേറ്ററാണ്. കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി കേട്ടോ. 5 വർഷം പേപ്പർ ഉണ്ട്. 5 കൊല്ലം പേപ്പർ ഉണ്ട്. പുതിയ റിന്യൂവൽ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. 10 വയസ്സ് മുമ്പ് 5 കൊല്ലം പേപ്പർ ഉണ്ട്. അടുത്ത വണ്ടി KL08. അടുത്ത വണ്ടി ഫാൻസി വണ്ടിയാണ്. ഫാൻസി നമ്പറിലെ വണ്ടിയാണ്. നമ്മുടെ അടുത്ത് ഫാൻസി നമ്പറിൽ 2 വണ്ടിയുണ്ട്. ഒന്ന് ഇതുണ്ട് KL8A 5656. ഒന്ന് വേറെ 448. 2 ഡിജിറ്റുള്ള 44 മാത്രം നമ്പറിൽ ഒരു വണ്ടി 135 ഉള്ളുണ്ട്. ഇത് 5 കൊല്ലം പേപ്പറിലാണ്. റേറ്റ് കാര്യങ്ങളൊന്നും നോക്കാണ്ട് വണ്ടി വന്നിട്ടുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. നമുക്ക് എങ്ങനെ വേണ്ടി നിങ്ങൾക്ക് ഫാൻസി നമ്പറിലെ വണ്ടി കുറച്ചും കൂടി വൃത്തിയാക്കി വേണമെന്നാണ് അങ്ങനെയും ചെയ്തു തരും ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് വരാം. ഇവിടെ വന്നിട്ട് ഈ വണ്ടി ഫാൻസി നമ്പർ പ്ലേറ്റുള്ള വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കാര്യമായിട്ട് ചെയ്യണുള്ളൂ. നിങ്ങൾ മുമ്പേ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് വരണം. അതുകൊണ്ട് ഈ വണ്ടികളൊക്കെ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ നാളെ വരാമെന്ന് പറയും. ചിലപ്പോൾ രാത്രി ആരെങ്കിലും അഡ്വാൻസ് ഇട്ടിരും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ ഏതെങ്കിലുമൊക്കെ നമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ GPay ചെയ്ത് തരാം. ഫോൺ എടുത്തില്ലെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട. GPay ചെയ്ത് തരാം. GPay ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് വണ്ടി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. പക്ഷേ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ വരണം. നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് വണ്ടി വേണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രാക്ടിക്കലി നടക്കില്ല. വണ്ടി കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്വാൻസ് തരാം. അടുത്ത വണ്ടി KL04. 8183. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. സിംഗിൾ ഓണർ ഇന്ത്യൻ കാർബറേറ്റർ ആണ്. ഏകദേശം 96 മോഡൽ 2028 വരെ പേപ്പർ ഉണ്ട്. കിട്ടാൻ പാടല്ലേ? സിംഗിൾ ഓണർ കിട്ടാൻ പാടല്ലേ? വളരെ പാടാണ്. സിംഗിൾ ഓണർ കിട്ടൂല. ഇവിടെ ഇപ്പോൾ 1-2 ഉണ്ട്. നമ്മുടെ അടുത്ത് കിട്ടില്ല. നമ്മളിപ്പോൾ ഇതിപ്പോൾ റിന്യൂവൽ എടുത്താണ്. ഇത് 28 റിന്യൂവൽ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു 80,000 രൂപ റേഞ്ച് വരുന്നതാണ്. 80,000 രൂപയ്ക്കൊന്നും നിങ്ങൾ സിംഗിൾ ഓണർ തിരഞ്ഞു പോയാൽ കിട്ടൂല. സിംഗിൾ ഓണർ വണ്ടി 80,000 രൂപയ്ക്ക് 28 വരെ പേപ്പർ ഉണ്ട്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. നിങ്ങൾക്ക് സൈഡിൽ നിന്ന് കാണാം. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ബജറ്റിൽ നമുക്ക് സിംഗിൾ ഓണർ വണ്ടി കിട്ടൂല. സിംഗിൾ ഓണർ തന്നെ അങ്ങനെ കൊടുക്കൂല. അതാണ് അവസ്ഥ. അടുത്ത വണ്ടി നമുക്ക് KL77Bയിലാണ്. ഇത് ഏകദേശം 135 ആണ്. 97 മോഡൽ. അത്യാവശ്യം കണ്ടീഷനിൽ ഇപ്പോൾ വന്ന വണ്ടിയാണ്. റേറ്റ് നോക്കേണ്ടി വരും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഇത് പുറത്തുനിന്ന് വന്നേ ഉള്ളൂ. വാഷ് ചെയ്യാണ്ട് അത്യാവശ്യം നീറ്റ് കണ്ടീഷനാണ്. വർക്ക് എടുത്താണ്. ചെറിയെന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് കൊണ്ടുപോയതാണ്. അടുത്ത വണ്ടി നമുക്ക് KL11 സീലുള്ള വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഇവിടെ ഒന്ന് ഈ സൈഡിൽ നിന്ന് എടുക്കാം. നമുക്ക് അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. പാർട്സാക്കി പെയിൻറ്റ് അടിച്ചതല്ല. ടാങ്ക് ചടുക്കർ നല്ല പെയിൻറ്റ് നീറ്റ് കാര്യങ്ങളുണ്ട്. ഏകദേശം 88 രൂപേൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 88 എന്തെങ്കിലും കുറച്ച് കൊടുക്കുക. ആസ്കിങ് ആണ്. ബാക്ക് 2 റിമ്മ് 2 സ്പോക്ക് ചേഞ്ച് ചെയ്താണ്. ബാക്ക് ടയർ ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല ടയറാണ്. സൈലൻസർ ബ്ലാക്ക് അടിച്ചാണ്. സീറ്റ് ചേഞ്ച് ചെയ്താണ്. ഹാൻഡിൽ മാറിയാണ്. അങ്ങനെ കുറേ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നല്ല വർക്കിംഗ് ഉള്ള വണ്ടി കേട്ടോ. ഫിയറോ ഉണ്ട്. ഫിയറോ റയറാണ്. അങ്ങനെ കിട്ടാറില്ല. അതുപോലെ ഒരു അതർ സ്റ്റേറ്റ് വണ്ടി 135 ഉണ്ട്. ഇതൊക്കെ ഇപ്പം വന്ന് നമുക്ക് നോക്കാനുള്ളതാണ് ഗ്യാപ്പ്. ഇതൊക്കെ നമുക്ക് റേറ്റ് കുറഞ്ഞ് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ആരെങ്കിലുമൊക്കെ ഉദ്ദേശിക്കേണ്ടെങ്കിൽ ഫിയറോൻ്റെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ ദമ്മാണ് വരിക. അപ്പം ഫിയറോ നിങ്ങൾ അന്വേഷിച്ച് വന്നാൽ മതി. നമുക്ക് നോക്കിയിട്ട് ചെയ്തു തരാം. ഉള്ളിൽ വണ്ടി നോക്കാം. അടുത്ത വണ്ടി നമ്മുടെ ഗുജറാത്ത് വണ്ടിയാണ്. ഫുൾ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്താണ്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് എടുത്ത വണ്ടിയാണ്. 99 മോഡൽ 2029 വരെ പേപ്പർ ഉണ്ട്. 5 കൊല്ലം പേപ്പർ ഫിറ്റാണ്. വിത്ത് NOC ആണ്. റിമ്മ് കാര്യങ്ങൾ ടാങ്ക് ചടുക്കർ അങ്ങനെ അത്യാവശ്യം സ്പെയറൊക്കെ മാറി നല്ല രീതിയിൽ വർക്ക് എടുത്ത വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല നീറ്റ് വണ്ടി. എടുക്കാൻ നേരെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ നീറ്റ് വണ്ടിയാണ്. പേപ്പർ 29 വരെ ഉണ്ട്. 2029 വരെ പേപ്പർ വാലിഡ് ആണ്. ഏകദേശം 1.20 റേഞ്ച് വരും. NOC കാര്യങ്ങളൊക്കെ NOC എടുത്ത് തരും. NOCക്ക് സെപ്പറേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ ഒന്നുമില്ല. 1 രൂപ നിങ്ങൾ കേലാക്കാനുള്ള ചിലവ് നിങ്ങളതായിരിക്കും. നിങ്ങൾ ചെയ്യാം. വണ്ടി വൃത്തിയുള്ള വർക്കത്തിലുള്ള വണ്ടിയാണ്. അടുത്ത വണ്ടി നമ്മൾ മുമ്പ് പറഞ്ഞ പോലത്തെ ഫാൻസി നമ്പറിലെ വണ്ടിയാണ്. 1 lakh റേഞ്ച് പ്ലസ് വരും. വണ്ടി KL02E 44 എന്നാണ്. 44 മാത്രമാണ്. അപ്പോൾ 2 ഡിജിറ്റിൽ ഫാൻസി നമ്പർ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ RZ55 ഉണ്ട്. അതേപോലെ 44, 11, 33 അങ്ങനെയൊക്കെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഞ്ചൻ വർക്ക് ഞങ്ങൾ കഴിച്ചതാണ്. ടാങ്ക് കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ഇനി ഇഞ്ചൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വണ്ടിയാണ്.
അത്യാവശ്യം നല്ല റേറ്റിലാണ്. എന്നോട് ഫാൻസി നമ്പറിൽ ഈ വണ്ടി നമുക്ക് കിട്ടാനില്ല. ഓക്കെ, അതും 135 ആട്ടോ. അടുത്ത വണ്ടി നമ്മൾ KL04D 105 നമ്പർ നല്ലതാണ്. ഏകദേശം 26 വരെ പേപ്പർ ഉണ്ട്. ബ്ലൂ കളറാണ്, നീറ്റ് വണ്ടിയാണ്. ഏകദേശം നമുക്ക് 90 രൂപ പ്ലസ് റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടി KL11 BX ആണ്. റീഐ ചെയ്ത വണ്ടിയാണ്. 2027 വരെ പേപ്പർ ഉണ്ട്. ഏകദേശം 99 മോഡലാണ്. ഏകദേശം 90 രൂപ പ്ലസ് റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് വണ്ടി. എഞ്ചിനൊക്കെ ഓക്കെയാണ്. സൈലന്റ് എഞ്ചിൻ, നല്ല വർക്കിംഗ്. അടുത്ത വണ്ടി പേപ്പർ 2027 വരെ പേപ്പർ ഉണ്ട്. അടുത്ത വണ്ടി നമ്മുടെ 100 ആണ്. KL02 135 കൺവേർട്ട് ചെയ്താണ്. 135 കൺവേർട്ട് ചെയ്തതിൽ ഇതിൽ ഡിസ്ക് ബ്രേക്ക്, കിങ്ങിൻ്റെ കവർ, 5 സ്പീഡ് ഗിയർ ബോക്സ് അടക്കം ചെയ്താണ്. നമുക്ക് ഗിയർ ബോക്സ് അടക്കം ചെയ്ത വണ്ടി 5 സ്പീഡ്. ഇപ്പോൾ 5 സ്പീഡൊക്കെ നല്ല റേറ്റ് 1.5 ലക്ഷം രൂപ മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും 5 സ്പീഡ് അപ്പം ബജറ്റ് കുറഞ്ഞാണ്. അപ്പം 1.25 റേഞ്ചിൽ 5 സ്പീഡ് കൺവേർട്ട് ചെയ്ത് കിങ്ങിൻ്റെ കവർ ചെയ്ത് ഡിസ്ക് ചെയ്ത് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒക്കെ വർക്കിംഗ് ആണ്. കിങ്ങിൻ്റെ കവർ ആയതുകൊണ്ട് RPM നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വർക്കിംഗ് ഉള്ള നല്ല നീറ്റ് ഒരു വണ്ടി. അടുത്ത KL08H ആണ്. ഏകദേശം 96-97 മോഡൽ വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് കണ്ടീഷനാണ്. കിങ്ങിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്താണ്. പൾസറിൻ്റെ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. കട്ടിങ് സീറ്റാണ്. ലോങ് കരിയർ കാര്യങ്ങൾ, സാരി കാർഡ്, അങ്ങനത്തെ ഫിറ്റിങ്സ് ഉണ്ട്. 90 പ്ലസ് റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. പേപ്പർ നോക്കേണ്ടി വരും. പേപ്പർ ഓർമ്മയില്ല, നോക്കേണ്ടി വരും. ഏകദേശം 96 മോഡലാണ്. 135 ആണ്. ഇഞ്ചിൻ നിന്ന് വർക്ക് നമ്മൾ കഴിഞ്ഞിട്ട് ബജറ്റ് നോക്കേണ്ടി വരും. ഹാൻഡിൽ, കിങ്ങിൻ്റെ മീറ്റർ, ലോങ് കാരിയർ, കട്ടിങ് സീറ്റ്, ഫ്രണ്ട് പൾസർ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. 25 വരെ പേപ്പർ ഉണ്ട്. ബജറ്റ് ഒന്ന് നോക്കേണ്ടി വരും. അടുത്ത വണ്ടി നമുക്ക് നോക്കാം. ഇത് 97 മോഡലാണ്. KL07CQ 95 പ്ലസ് റേഞ്ചിൽ വരുന്നതാണ്. അത്യാവശ്യം നീറ്റ് വണ്ടി. നിങ്ങൾക്ക് സൈഡിൽ നിന്ന് കാണാം. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. പക്ഷേ 25 വരെ പേപ്പർ ഉണ്ട്. സീറ്റ്, ലോങ് കാരിയർ, അങ്ങനത്തെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. പക്ഷേ 95 പ്ലസ് റേഞ്ചിൽ വരും. റേറ്റ് കൂടുതലായിട്ട് വരും. പറഞ്ഞില്ല, നമുക്ക് മൊത്തം ഓർമ്മയില്ല, കുറേയൊക്കെ നോക്കി ഇങ്ങനെ പറയാം. അത് അടുത്ത വണ്ടി നമുക്ക് 97 മോഡലാണ്. 2027 വരെ പേപ്പർ ഉണ്ട്. KL57Z നമ്പറിലെ വണ്ടിയാണ്. 90 പ്ലസ് റേഞ്ചിൽ വരുന്നതാണ്. മടക്കാട് കാര്യങ്ങളൊക്കെ പുതിയതാണ്. അങ്ങനെ ഫിറ്റിങ്സ് കാര്യങ്ങൾ കുറച്ച് ചേഞ്ച് ചെയ്തിന്. ഇഞ്ചൻ കണ്ടീഷൻ വണ്ടിയാണ്. അടുത്ത വണ്ടി KL05E 5955 97 മോഡൽ. 2028 വരെ പേപ്പർ ഉണ്ട്. ഏകദേശം എന്താ പറയുക, പൾസറിൻ്റെ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ചെറിയ റെസ്റ്റ് ഉണ്ട്. ചേഞ്ച് ചെയ്തിട്ടാണ് തരിക. നിങ്ങൾ വരുമ്പോൾ ബാക്കപ്പ് ഫിനിക്സിന് ഷോക്ക് ഉണ്ട്. അത്യാവശ്യം 135 ആണ്. 100 ലോ മോണോഗ്രാം നോക്കണ്ട. 97 മോഡലാണ്. അതേപോലെ വണ്ടി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മടക്കാട് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ഏകദേശം 95 രൂപ റേഞ്ച് വരുന്നതാണ്. അടുത്ത വണ്ടി നമുക്ക് KL10 BF 0039 2 ഡിജിറ്റ് നമ്പറാണ്. പൾസറിൻ്റെ ഡിസ്ക് ഉണ്ട്. പൾസറിൽ നോർമൽ പൾസറല്ല, NSൻ്റെ ബാക്ക് പ്ലേറ്റ് വരുന്നതാണ്. ചെറിയൊരു ലുക്കിൽ മാറ്റം വരുന്നത്. അതേപോലെ ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിന്, ബ്രേക്ക് ഹോസ്, അതേപോലെ ടാങ്ക് സൈഡിലൊക്കെ കുറച്ച് ഫാൻസി കളറിലാണ്. അതിൻ്റെ മാച്ചായിട്ട് നമുക്ക് ബാക്ക് ഫിനിക്സിൻ്റെ ഷോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് ഫ്ലാറ്റ് കട്ട് ചെയ്ത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താണ്. പേപ്പർ ഏകദേശം 25 വരെ ഉണ്ട്. പക്ഷേ 1 lakh പ്ലസ് റേഞ്ചിൽ വരുന്ന വണ്ടി കേട്ടോ. അടുത്ത വണ്ടി KL01J 9088 ഏകദേശം 25 വരെ പേപ്പറാണ്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഞ്ചിന് കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ചാണ്. ഇഞ്ചിന് 26 വരെ പേപ്പർ ഉണ്ട്. 26 വരെ പേപ്പർ ഉണ്ട്. 26 വരെ പേപ്പർ ഉണ്ട്. ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. ബാക്ക് ഫിനിക്സിന്റെ ഷോക്ക് ഉണ്ട്. വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 135 പ്ലസ് റേഞ്ചിൽ വരുന്നതാണ്. അടുത്ത വണ്ടി 98 മോഡലാണ്. പുതിയ റിന്യൂവൽ. ഇപ്പോൾ റിന്യൂവൽ എടുത്തിട്ടുണ്ട്. 2029 വരെ റിന്യൂവൽ ഉണ്ട്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. 135. എഞ്ചിന്റെ കണ്ടീഷൻ എങ്ങനെ? ഇഞ്ചിൻ പക്ക. കുറച്ച് മുമ്പേ നമ്മൾ വാങ്ങിയ ഒരു വർക്ക്ഷോപ്പായിട്ട് അടുത്ത് വാങ്ങിയ നമ്മളൊരു ഫ്രണ്ടാണ്. അതുപോലെ ഇഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്ത്. എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മൾ ഫ്രണ്ട് ഹൈറ്റ് ചെയ്ത് പിന്നെ റിന്യൂവൽ കാര്യങ്ങളെടുത്ത് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് റിന്യൂവൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ക്ലിയർ ആക്കി. 99 മോഡൽ. 2028 വരെ പേപ്പർ ഉണ്ട്. ഫ്രണ്ട് പൾസർ ഡിസ്ക് ഉണ്ട്. നല്ല ബ്ലൂ കളർ ടാങ്ക് സൈഡ് കവറാണ്. നോർമൽ ഷോക്ക് കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ട് ഇച്ചിരി ഹൈറ്റ് കൂട്ടീന്. സൈലൻസർ കാര്യങ്ങൾ ഡെൻ്റ് ഒന്നുമില്ല. ബാക്ക് നോർമൽ വീലാണ് കേട്ടോ. നല്ല ഷേപ്പുള്ള നോർമൽ കണ്ടീഷനിലുള്ള ഒരു 135 കമ്പനി ഇറങ്ങുന്ന രീതിയിലുള്ള നോർമൽ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ 90 പ്ലസ് റേഞ്ച് വരുന്നതാണ്. അടുത്ത വണ്ടി KL8H 97 മോഡൽ. 27 വരെ പേപ്പർ ഉണ്ട്. KL8H ഡിസ്ക് ഉണ്ട്. പൾസർ ഡിസ്ക് ഉണ്ട്. SD വീലുണ്ട്. ടാങ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ത്രോട്ടിലുണ്ട്. നോർമൽ സ്റ്റോക്ക് ഹാൻഡിലാണ്. ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. 90 രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ്. 135 തന്നെയാണ്. അടുത്ത വണ്ടി കുറച്ചുകൂടി ബജറ്റിലാണ്. 85 രൂപ റേഞ്ച് വരുന്ന KL02P
ഇത് 98 മോഡലാണ്, 26 വരെ പേപ്പർ ഉണ്ട്, 55 രൂപ റേഞ്ച് വരുന്ന വണ്ടി. നോർമൽ സ്റ്റോക്ക് വണ്ടി, വേറെ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല. കേരള വണ്ടി തന്നെയാണ്, KL02P. മോജോ ഒക്കെ ശരിയാക്കാം. മോജോ നമ്മൾ കുറച്ച് പെൻഡിങ്ങിലാണ്. മോജോൻ്റെ പേപ്പർ കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഹോൾഡ് ചെയ്ത് അവിടെ വെച്ചിന്. പേപ്പർ റെഡി ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. എല്ലാത്ത വർഷം അടുത്ത വണ്ടി ഇതൊക്കെ നമ്മളിപ്പോൾ വർക്ക് കഴിഞ്ഞ് ഏകദേശം അഡ്വാൻസ് ആയ വണ്ടികളാണ്. പിന്നെ നമുക്ക് പറയാനുള്ള KCT ഉണ്ട് നമ്മുടെ അടുത്ത്. ഞാൻ ജപ്പാൻ വണ്ടീൻ്റെ കാര്യങ്ങൾ ഞാൻ ഷോർട്ടിൽ പറഞ്ഞുതരാം. നമ്മുടെ അടുത്ത് ഏതൊക്കെ ഉണ്ട്. ഒരു KCT ഉണ്ട്, KDE ഉണ്ട്, KCE ഉണ്ട്, പിന്നെ KEK ഉണ്ട്. ഇത്ര വണ്ടി നമ്മുടെ അടുത്തുണ്ട്. ഏകദേശം 95 റേഞ്ച് മുതൽ നമ്മുടെ അടുത്ത് ജപ്പാൻ വണ്ടികളുണ്ട്. അത്യാവശ്യം നല്ല ജപ്പാൻ വണ്ടികളുണ്ട്. അതേപോലെ 100 നമുക്ക് കുറഞ്ഞ ബജറ്റിൽ ഇപ്പോൾ അവിടെ കാണിച്ച പോലെ ഇതൊക്കെ ഏകദേശം ഈ 2 വണ്ടിയുണ്ട്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്, 27 വരെ അങ്ങനെ പേപ്പർ ഉണ്ട്. ഏകദേശം 80 രൂപ റേഞ്ചിലാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും നിങ്ങൾ എടുക്കാൻ വരുമ്പോൾ. ഇത് 3 വണ്ടി ഏകദേശം 80 രൂപ റേഞ്ച് വരുന്നതാണ്. ഇതും ഏകദേശം ആ റേഞ്ച് വരുന്നതാണ്. പിന്നെ ഈ ജപ്പാൻ വണ്ടികൾ മാറ്റമുണ്ട്. ഇതും ഒരു 78 രൂപ റേഞ്ച് വരുന്നതാണ്. അത്യാവശ്യം ഹൈറ്റ് ചെയ്തിന് ഹെഡ്ലൈറ്റ് ചെയ്തിന് ആ റേഞ്ചിൽ ഇഷ്ടം പോലെ വണ്ടി. 80 രൂപേൻ്റെ ചൂടായിട്ട് നമുക്ക് 75-80 രൂപ റേഞ്ചിൽ അത്യാവശ്യം വണ്ടികളുണ്ട്. അപ്പോൾ ആരെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക. ഫോൺ വിളിക്കാൻ നിൽക്കേണ്ട, ഡയറക്റ്റ് ഷോറൂം വരെ അവിടെ നമ്മൾ വണ്ടി നിങ്ങൾക്ക് സെറ്റാക്കി തരും. അവിടെയുള്ള വണ്ടികളൊക്കെ ഏകദേശം അഡ്വാൻസ് ഏതൊക്കെ ഉണ്ട് 30 രൂപ റേഞ്ചിൽ. പിന്നെ ഷോഗൺ ഉണ്ട്, മറന്നുപോയി, മരുന്ന് ഐറ്റം ഷോഗൺ തന്നെ. പവർ ബജറ്റിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2028 വരെ പേപ്പർ 93 റേഞ്ചിലാണ്. 75+ റേഞ്ച് വരുന്ന വണ്ടിയാണ്. വണ്ടി പൾസർ ഡിസ്ക് ചെയ്തിട്ട് നല്ല മാരക പവറുള്ള ഷോഗൺ. നമുക്കൊരു പവർ വേണം, ബജറ്റും കുറവാണ്. അതുകൊണ്ട് ഇപ്പം ഷോഗൻ്റെ പവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RX സീരീസിൽ 5 സ്പീഡ് എടുക്കണം. 5 സ്പീഡ് 1.5 ലക്ഷം രൂപേൻ്റെ മുകളിൽ പോകും. അതിന് ഏകദേശം പകുതി വിലയ്ക്കാണ് നമ്മൾ ഷോഗൺ തരുന്നത്. ഷോഗൺ മാരക വണ്ടി, 93 ഫസ്റ്റ് ബാച്ച് വണ്ടി കേട്ടോ. ഇത്രയും വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇനിയും വണ്ടി താഴത്തുണ്ട്, വർക്ക്ഷോപ്പിൽ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയുണ്ട്. ഇപ്പം നമ്മൾ ആ വണ്ടി ഒന്ന് കാണിച്ചു തന്നല്ല. ആ വണ്ടി ഇപ്പോൾ അത് KEK. അതേപോലെ ഇപ്പോൾ ഈ Z സർവീസ് തന്നാണ്. ഈ വണ്ടി അവിടുത്തെ ഗുജറാത്ത് വണ്ടിയുണ്ട്. വണ്ടികൾ ഇഷ്ടം പോലെ. ഇപ്പുറത്ത് ഈ KL11F ഇതൊക്കെ ബാക്കിയുള്ളതാണ്. ഇതൊക്കെ വണ്ടികളുണ്ട്, നിങ്ങൾ വന്നാൽ മതി. നമ്മൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു വരുമ്പോൾ കുറേ സമയം ലാഗാവും. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ഫോൺ എടുക്കാത്തതിന് ആരും ഒന്നും വിചാരിക്കരുത്. നല്ല റഷാണ്. ഫോൺ എടുത്ത് ചില സമയത്ത് അവസ്ഥ അങ്ങനെയാണ്, റിപ്ലൈ തരാൻ പറ്റില്ല. ഫോൺ എടുക്കാത്തതിന് ഒരു പ്രശ്നം വിചാരിക്കാതെ നിങ്ങൾ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കാട്ടി കൂടുതൽ വണ്ടിയായിട്ടും കൂടുതൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വീഡിയോ വേറെ ഒരു പ്രത്യേകതരം കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ റേറ്റ് നമ്മൾ സെയിലിന് ഇട്ടുന്ന റേറ്റിനെക്കാട്ടും 2000, 3000, 4000 കുറച്ചിട്ടാണ്. നമ്മളെ കാറ്റലോഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ റേറ്റ് ഇവിടെ നിങ്ങൾ വന്നിട്ട് പറയണം വീഡിയോ കണ്ട് വരികയാണ്. അപ്പോഴേ ഈ റേറ്റിൽ നമുക്ക് തരാൻ കഴിയും. നോർമലി നമ്മൾ ഈ വണ്ടി ഇപ്പോൾ നിങ്ങളോട് 80, 78 പറഞ്ഞ വണ്ടി 85-ൻ്റെ ഒക്കെ വണ്ടികളുണ്ട്. ഇപ്പോൾ നമ്മൾ മാക്സിമം ഉപയോഗിച്ച് നമ്മളിത് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അവൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മളിത് കുറച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ പറയാം, ഇവിടെ വന്നിട്ട് നിങ്ങൾ പറയുന്നത് തന്നെയില്ല, വീഡിയോ നമ്മൾ കണ്ടിട്ട് വരികയെന്ന് പറയുന്നത് തന്നെയില്ല. നിങ്ങൾ നോർമൽ വന്ന് ചോദിക്കുമ്പോൾ വീഡിയോയിൽ 80 പറഞ്ഞിന്, വീഡിയോയിൽ 80 പറഞ്ഞ് നിങ്ങൾ 85 ആണല്ലോ ചോദിക്കുന്നത്. മനസ്സ് വിചാരിച്ചിട്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾ പറയണം നിങ്ങൾ വീഡിയോ കണ്ട് വന്നാണ്, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ 80 പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ ചെയ്തു തരാമെന്ന് പറയണം. അപ്പം നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് ചെയ്തു തരും. ഇവിടുന്ന് ഡീല് നടത്തുന്നത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ടി എടുത്ത് പോകുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും വണ്ടി നമ്മൾ കണ്ട് 35 രൂപ റേഞ്ച് മുതൽ നമ്മുടെ അടുത്ത് മാക്സ് 100 ആ വണ്ടി സ്റ്റാർട്ട് ഉണ്ട്. ലാസ്റ്റ് അത്യാവശ്യം റേറ്റ് വരെ വണ്ടിയുണ്ട്. അപ്പോൾ വണ്ടിൻ്റെ ആവശ്യക്കാർ പെട്ടെന്ന് ഷോറൂം വിസിറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇതിനെക്കാട്ടും വലിയ കൂടുതൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് എന്തെങ്കിലും ഓഫറൊക്കെ ആയിട്ട് നമുക്ക് അടുത്തതിൽ കാണാം.